ജോലി കഴിഞ്ഞ് കയറി വന്നപ്പോൾ തന്നെ ഓരോ ചട്ടിയിലായിട്ട് ഓരോ കിലോ കിളിയും അയലയും എന്നെ കാത്തിരിപ്പുണ്ടായിരുന്നു. ഇത് അധികം വലുപ്പമൊന്നുമില്ലാത്ത അയലയും കിളിയും ഒക്കെ ആയിരുന്നു കേട്ടോ. ഇതുകൊണ്ടിപ്പോൾ എന്താ കാണിക്കുക, കറിയും വെക്കാം, കുറച്ചെടുത്ത് വറുക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ കുഞ്ഞൻ കിളികളെല്ലാം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്ക് തേങ്ങ അരപ്പൊഴിച്ചിട്ട് കറി വെച്ച് വെക്കാം. ഇച്ചിരി വലിയ കിളികളെ വറക്കാനും എടുത്തു വെച്ചു. ഇത് ഓരോ 5 അയലമീൻ എടുത്തിട്ട് വറക്കാൻ വേണ്ടി വെച്ചു. ബാക്കി കഷ്ണമാക്കി മുറിച്ചിട്ട് നമുക്ക് കറി വെക്കാം. അപ്പോൾ വറക്കേണ്ടതിനെല്ലാം ഞാൻ വരഞ്ഞ് എടുത്തിട്ടുണ്ട്. കിളിമീൻ കറി വെക്കാനുള്ള തേങ്ങ ഞാനിവിടെ ചിരണ്ടി എടുത്തിട്ടുണ്ട്. ഇതും കുറച്ച് ഇഞ്ചിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി നന്നായിട്ട് അരച്ചെടുത്ത് അതിലേക്ക് കുറച്ച് ഉപ്പും പുളിയും കറിവേപ്പിലയും ഇട്ടിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ മീൻ കഷ്ണങ്ങളും ഇട്ട് വേവിച്ചിട്ട് ഇച്ചിരി വെളിച്ചെണ്ണയും കറിവേപ്പിലയും തൂകി അടപ്പൊഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കിളിമീൻ കറി റെഡി ആയിട്ടുണ്ട്. വേഗം തന്നെ നമുക്ക് അയല കറി വെക്കാനുള്ള പണി നോക്കാം. ഈ അയലക്കറി അയല മുളകിട്ടത് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഞാനിവിടെ ടാഗ് ചെയ്തിട്ടേക്കാം. ആർക്കെങ്കിലും ഇതൊന്ന് കണ്ടു നോക്കണമെങ്കിൽ ഇതിലൊന്ന് കയറി ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. നല്ല അടിപൊളി കറിയാണ് അയല മുളകിട്ടത്. അപ്പോൾ അത് സൈഡിൽ ഇളക്കി വെച്ചിട്ട് ഞാനിനി നമ്മുടെ അയല പൊരിക്കാനുള്ളത് റെഡിയാക്കി എടുക്കാം. മസാലയെല്ലാം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഓരോന്നും വലിയ വലിയ കഷ്ണങ്ങളാക്കി തന്നെയാണ് വറക്കാൻ വെച്ചിരിക്കുന്നത്. ഈ സമയം കൊണ്ട് പാത്രങ്ങളെല്ലാം കൂടെ കഴുകി വെക്കാം. ഇനി ഓടിപ്പോയൊരു കുളിയും പാസ്സാക്കി വന്നിട്ട് ചോറ് കഴിക്കണം. അപ്പം ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ബൈ.